മറ്റു വാർത്തകളിലേക്ക്. പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ചതിനെതിരായ അപ്പീൽ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി. മോശം റോഡുകൾക്ക് എന്തിന് ടോൾ നൽകണമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഗതാഗതക്കുരുക്കുണ്ടാകുന്ന മേഖലകളിലെ റോഡ് നിർമ്മിച്ചത് മറ്റൊരു ഉപകമ്പനിയാണെന്ന് കരാർ കമ്പനി കോടതിയിൽ പറഞ്ഞു. മഴ മൂലമാണ് അറ്റകുറ്റപ്പണി വൈകുന്നതെന്ന് സോളിസിറ്റർ ജനറൽ അറിയിച്ചു. മഴയ്ക്ക് ശേഷം ടോൾ പിരിവ് നടത്തിയാൽ പോരെയെന്നും കോടതി ചോദിച്ചു. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് സുപ്രീം കോടതിയും ചോദിച്ചത്. മോശം റോഡുകൾക്ക് എന്തിനാണ് ടോൾ നൽകുന്നത് എന്നുള്ള ചോദ്യം. അതിന് മറ്റൊരു മറുപടിയാണ് കരാർ കമ്പനി നൽകിയിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ എന്തൊക്കെ നടന്നു സജു? തീർച്ചയായിട്ടും എന്തായാലും ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും ഇന്നും വലിയ രീതിയിലുള്ള വിമർശനമാണ് ദേശീയപാത അതോറിറ്റിക്ക് കേൾക്കേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ തന്നെ ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. എന്തായാലും വിധി പറയാൻ വേണ്ടി ഈ ഹർജി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ എന്തൊക്കെ വാർത്തകളാണ് വന്നിരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വന്ന ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ സോളിസിറ്റർ ജനറലിനോട് ചോദിച്ചത് 12 മണിക്കൂറാണ് ഗതാഗതക്കുരുക്ക് ഉണ്ടായെന്നതും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. അതേസമയം ഇതിൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു മറുപടിയായി കേന്ദ്രം പറഞ്ഞത് കുഴിയിൽ വീണ് ലോറി കുടുങ്ങിയതാണ് ഇത്തരം വലിയൊരു പ്രശ്നത്തിന് കാരണമായെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു മറുപടിയായിട്ട് വന്നത്. റോഡിന്റെ അവസ്ഥ പരിതാപകരമാണെന്നും അതാണ് ഏറ്റവും പ്രധാനം അറിയിക്കുന്നതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരത്ത് 11 മണിക്കൂറിലൂടെ എടുക്കുന്നു എന്നുള്ള വലിയ പ്രശ്നങ്ങൾ ഉയർന്നു. അത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും ചോദിച്ചിരിക്കുന്നത്. മഴ മൂലമാണ് നാഷണൽ ഹൈവേ അറ്റകുറ്റപ്പണി വൈകുന്നതെന്നാണ് സോളിസിറ്റർ മറ്റൊരു മറുപടിയായിട്ട് കോടതി അറിയിച്ചിരിക്കുന്നത്. മേൽപ്പാലം നിർമ്മിക്കുന്ന 3 ഇടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ബ്ലോക്ക് ഉള്ളതെന്നും ഈ നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നു. സർവീസ് റോഡുകൾ നിർമ്മിച്ചുവെന്ന് ദേശീയപാത അതോറിറ്റി പറയുമ്പോൾ പോലും ദേശീയപാത പൂർത്തിയാക്കാനുള്ളത് മേൽപ്പാല നിർമ്മാണം മാത്രമാണെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വിശദീകരണമായി വന്നിരിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. മേൽപ്പാലം നിർമ്മിക്കുന്ന 3 ഇടങ്ങളിൽ മാത്രമാണ് ബ്ലോക്ക് ഉള്ളതെന്നാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുമ്പോൾ വലിയ വിമർശനമാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരം റോഡുകളിലൂടെ എങ്ങനെ യാത്ര ചെയ്യുന്ന കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി മെച്ചപ്പെട്ട പദ്ധതി തയ്യാറാക്കണമായിരുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. റോഡിൽ ഇറങ്ങാനുള്ള ഈ ജനങ്ങളുടെ അവസ്ഥ അത് നിങ്ങൾ അറിയണമായിരുന്നു. അതെന്തുകൊണ്ട് മനസ്സിലാക്കാതെയാണ് ഇത്തരം വൈകിപ്പിക്കുന്നത്? മഴ മൂലമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും മഴ വന്നതുകൊണ്ട് മാത്രം ഇത്തരം അറ്റകുറ്റപ്പണികൾ മാറ്റിവെക്കാൻ വേണ്ടി എന്ത് സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വാദം പൂർത്തിയായി വിധി പറയാൻ വേണ്ടി ഹർജി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ശരി സജു, എന്തായാലും വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ചില ചോദ്യങ്ങളിൽ നിന്ന് കൂടി മനസ്സിലാകുന്നത്. മോശം റോഡിന് എന്തിന് ടോൾ കൊടുക്കണമെന്ന് പറയുന്നു. മഴ മൂലമാണ് അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാതിരുന്നത് എന്ന് കമ്പനി അറിയിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ മഴ കഴിഞ്ഞിട്ട് ടോൾ പിരിച്ചാൽ പോരെ എന്ന വളരെ ന്യായമായ ഒരു ചോദ്യം കൂടിയാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും വിധി പറയാനായി ഹർജിയിലെ വാദം പൂർത്തിയായ ശേഷം വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. സജു തോമസ് ആണ് ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.